മനസ്സിന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിച്ച നമ്മുടെ കണ്ണുകൾ നനയിപ്പിച്ച വാത്സല്യം പോലൊരു സൂപ്പർ ഹിറ്റ് സിനിമയുടെ സംവിധായകൻ. അഭിനയം, തിരക്കഥ, സംവിധാനം തുടങ്ങി കൈവച്ച മേഖലകളിലെല്ലാം പൊൻതൂവലുകൾ. എന്നാൽ പതിവ് സിനിമാക്കാരുടെ ആലങ്കാരികതയ്ക്കും ജാടകൾക്കും അതീതനായ മനുഷ്യൻ. വാക്കിലോ നോക്കിലോ തികഞ്ഞ കലാകാരൻ എന്ന അഹംഭാവം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വ്യക്തിത്വം. നിഷ്കളങ്കമായ ഹാസ്യങ്ങളിലൂടെ ഓരോ നിമിഷവും സിനിമകളിൽ നമ്മെ പൊട്ടിച്ചിരിപ്പിച്ച നടൻ. പക്ഷെ ജീവിതത്തിൽ സാധാരണക്കാരനായ സലീം അഹമ്മദ് ഖൗഷ്, മലയാളികളുടെ സ്വന്തം കൊച്ചിൻ ഹനീഫിക്ക. വില്ലൻ വേഷങ്ങളിലൂടെ സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയ ഹനീഫിക്ക പിന്നീട് നിഷ്കളങ്ക ഹാസ്യത്തിന്റെ മുഖമുദ്രയായി മാറുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് 300-ലധികം സിനിമകൾ, സംവിധാനം, തിരക്കഥകൾ. സൂത്രധാരൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2001 മികച്ച സഹനടനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരവും നേടി. ബോട്ടണി ബിരുദധാരിയായ അദ്ദേഹത്തെ സർക്കാർ ജോലി തേടാനായി വീട്ടുകാർ ആദ്യം നിർബന്ധിച്ചിരുന്നു. എന്നാൽ സിനിമാ മോഹങ്ങളായിരുന്നു ആ മനസ്സ് നിറയെ. ദീർഘകാലത്തെ ചെന്നൈ വാസത്തിനിടയിൽ ശിവാജി ഗണേശൻ, കമൽഹാസൻ, കരുണാനിധി തുടങ്ങി തമിഴ് സിനിമാ ലോകത്തെ പലരുമായും അദ്ദേഹം നല്ല ബന്ധം സ്ഥാപിച്ചു. എന്നാൽ അതെല്ലാം സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാതെ നല്ല ബന്ധങ്ങളായി മാത്രം സൂക്ഷിച്ചു. തമിഴകത്ത് പലരുടെയും പ്രിയങ്കരനായി മാറി. അതായിരുന്നു ഹനീഫിക്ക എന്ന സാധാരണ മനുഷ്യൻ. 2010 ക്യാൻസർ അദ്ദേഹത്തെ നമ്മളിൽ നിന്നും പറിച്ചെടുത്തപ്പോൾ നഷ്ടമായതൊരു കലാകാരനെ മാത്രമായിരുന്നില്ല, ഹാസ്യഭാവുകത്വത്തിന്റെ ഒരു അധ്യായം കൂടിയായിരുന്നു. ചലച്ചിത്ര രംഗത്തെ സഹപ്രവർത്തകരും ജനപ്രതിനിധികളും സാധാരണക്കാരുമടക്കം ആയിരങ്ങൾ അദ്ദേഹത്തിന് അന്ന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. അഭ്രപാളികളിൽ അഭിനയ വിസ്മയം തീർത്ത ഹനീഫിക്ക വിട പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഇരട്ടക്കുട്ടികൾക്ക് വെറും 3.5 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. പറഞ്ഞു തീരാത്ത കോമഡികളും ഒരുപാട് പൊട്ടിച്ചിരികളും ബാക്കിയാക്കി അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് 14 വർഷം. ഇക്കാലങ്ങൾക്കിപ്പുറവും ആ വിടവ് നികത്താനുമായിട്ടില്ല. അല്ലെങ്കിൽ അതിനകത്ത് ഒരു കലാകാരൻ ജനിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം കിരീടത്തിലെ ഹൈദ്രോസായും മാന്നാർ മത്തായിലെ എൽദോയായും നമുക്ക് മറ്റൊരു നടനെയും സങ്കല്പിക്കാനാവില്ല. ഇവൻ നിന്റെ ആരാധന പറഞ്ഞേ? അവൻ അങ്ങനെ പറഞ്ഞ മനസ്സിലാവില്ല. ആംഗ്യ ഭാഷ കാണിക്കണം. ഞാൻ കാണിച്ച മോനെ അമ്മാവൻ. മാവു 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 വൻ വൻ അമ്മാവൻ. മനസ്സിലായില്ലേ? മനസ്സിലായി. അമ്മാവൻ എന്നല്ലേ? അമ്മാവന് സുഖമാണോ? പഞ്ചാബി ഹൗസിലെ രമണന്റെ സ്വന്തം ഗംഗാധരൻ മുതലാളി, പറക്കുംതളിയിലെ തോണിമീശ വെച്ച ഇൻസ്പെക്ടർ വീരപ്പൻ കുറുപ്പ്, പുലിവാൽ കല്യാണത്തിലെ ടാക്സി ഡ്രൈവർ ധർമ്മേന്ദ്ര, ഇവരെയൊക്കെ മലയാളികൾ മരിച്ചാലും മറക്കാത്ത തരത്തിൽ അഭ്രപാളികളിൽ മാന്ത്രിക കഥാപാത്രങ്ങളായി അഭിനയിച്ച് ഫലിപ്പിച്ച കലാകാരൻ. അഭിനയിച്ചു എന്ന് പറയുന്നതിലുപരി ആ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി എന്ന് പറയുന്നതാവും ശരി. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കോമഡിയെ ബാധിക്കാതിരുന്ന കാലത്ത് നിഷ്കളങ്കമായ ഹാസ്യം മുഖമുദ്രയാക്കി മാറ്റിയ വ്യക്തി. അനിയത്തിപ്രാവ്, ഉദയപുരം സുൽത്താൻ, തിളക്കം, ഫ്രണ്ട്സ്, കിലുക്കം കിലുകിലുക്കം, പാണ്ടിപ്പട തുടങ്ങി നിരവധി സിനിമകൾ, നിരവധി കഥാപാത്രങ്ങൾ. ഞാൻ ഒരു 50 രൂപ. അയ്യോ, 50 രൂപ ട്രൗസർ അടിക്കാനേ പറ്റുള്ളൂ. ട്രൗസർ മതി. എന്നാൽ എടുക്കട്ടെ. ഇതെന്താ ട്രൗസർ ആകുമ്പോ വള്ളി വേണ്ടേ? വള്ളി വേണ്ട, വള്ളിക്കുള്ള തുണി തകയില്ല. ആണോ? അപ്പൊ ഇവിടെ എടുക്കാം. ഇറക്കം ഇത് മതി. 1/2 ഇഞ്ച്. അല്ല, ചെരുപ്പ് വരെ ഇരുന്നോട്ടെ. ചെരുപ്പ് വരെ അല്ലേ? അല്ല, ചെരുപ്പ് വരാകുമ്പോ അത് പാന്റ് ആവൂലേ? പാന്റ് വേണ്ട, ട്രൗസർ. ചെരുപ്പ് വരാനുള്ള ട്രൗസർ ഇറക്കം കൂടാൻ കാക്കക്കുയിലിലെ എലീനയുടെ സ്വന്തം കാമുകനെന്നോ ബോയ്ഫ്രണ്ട് എന്നോ കൂട്ടുകാരനെന്നോ പറയാവുന്ന തോമസ് മുതലാളി. സീരിയസ് ആണെങ്കിലും വളരെ രസകരമായൊരു ബാങ്ക് കൊള്ള നമ്മൾ കണ്ടത് കാക്കക്കുയിലായിരുന്നു. ലോക്കറിന്റെ താക്കോൽ ഒളിപ്പിച്ചു വെക്കാൻ ജഗദീഷിനോട് പറയുന്ന ആ മുതലാളിയെയും ആ ഡയലോഗുകളും മലയാളികൾ ഒരിക്കലും മറക്കാനിടയില്ല. നീ ഒളിപ്പിക്കുമ്പോ നിനക്കറിയാലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന്. അതാരും അറിയുന്ന പറഞ്ഞത്. എന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ അച്ചായ എന്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാർ അറിയൂ. എന്റെ കയ്യിലല്ലോ, ഞാൻ ഒളിപ്പിച്ചു വെച്ചില്ലേ. ഇപ്പൊ താക്കോലുണ്ട്.
മരുന്ന് അവിടെ വെച്ചേക്ക്, അവിടെ വെച്ചേക്ക്, അവിടെ വെച്ചേക്ക്, അവിടെ വെച്ചേക്ക്, അവിടെ വെച്ചേക്ക്. പോ, 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 പോ. സ്വപ്നക്കൂടിൽ നമ്മളെ ചിരിപ്പിച്ച ഫിലിപ്പോസ് അങ്കിൾ, മക്കളേന്ന് വിളിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് സ്നേഹിക്കുന്ന ആ കഥാപാത്രത്തോട് എന്തെന്നില്ലാത്ത സ്നേഹമാണ് ക്ലൈമാക്സിൽ കമലയെ കുഞ്ഞൂഞ്ഞിന് നൽകുമ്പോൾ നമുക്ക് തോന്നുക. പെടലി എന്ന ഒറ്റ വിളിയിൽ നമ്മൾ മലയാളികൾക്ക് മനസ്സിലാകുന്ന ഒരേ ഒരു കഥാപാത്രം മീശമാധവനിലെ പിള്ളേച്ചന്റെ സന്തത സഹചാരി ത്രിവിക്രമൻ. മീശമാധവൻ നമ്മെ ചിരിപ്പിച്ച ചിരിയിൽ ത്രിവിക്രമന്റെ പങ്ക് വളരെ വലുതായിരുന്നു. CID മൂസയിലെ വിക്രമനും ചതിക്കാത്ത ചന്തുവിലെ ധർമ്മയും വെട്ടത്തിലെ കുറുപ്പായും നമ്മെ വിസ്മയിപ്പിച്ച കൊച്ചിൻ ഹനീഫിക്കയുടെ മഴത്തുള്ളി കിലുക്കത്തിലെ കഥാപാത്രം അതൊന്ന് വേറെ തന്നെയായിരുന്നു. മായാണ്ടിയുടെ ആശാനായി ഹനീഫിക്ക എത്തിയപ്പോൾ ചിരിയുടെ മാലപ്പടക്കമായിരുന്നു. വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് ജലാസനം ചെയ്യുന്ന മാത്തുക്കുട്ടി അവസാനം ഒരു സ്റ്റൂളും പൊക്കിപ്പിടിച്ചു വരുമ്പോൾ ചിരിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. മലയാളികൾക്ക് അദ്ദേഹം കൊച്ചിൻ ഹനീഫയായിരുന്നുവെങ്കിൽ തമിഴ്നാട്ടുകാർക്ക് അദ്ദേഹം VMC ഹനീഫയായിരുന്നു. നടനായി മാത്രമായിരുന്നില്ല സിനിമാരംഗം ഹനീഫിക്കയെ തിരിച്ചറിഞ്ഞത്. തിരക്കഥാകൃത്തായും സംവിധായകനായും തിളങ്ങിയ അദ്ദേഹം വാത്സല്യം, ആൺകിളിയുടെ താരാട്ട് എന്നിവയുൾപ്പെടെ മനസ്സിന്റെ ആഴങ്ങളിൽ സ്പർശിക്കുന്ന നിരവധി ചിത്രങ്ങൾ മലയാളത്തിലും തമിഴിലുമായി സംവിധാനം ചെയ്തിട്ടുണ്ട്. മദ്രാസിപ്പട്ടണം, യന്ത്രൻ തുടങ്ങിയ സിനിമകളായിരുന്നു അദ്ദേഹത്തിൻ്റെതായി തമിഴിൽ അവസാനമെത്തിയത്. ദിലീപ് ചിത്രമായ ബോഡിഗാർഡാണ് കൊച്ചിൻ ഹനീഫയുടേതായി പുറത്തിറങ്ങിയ അവസാനത്തെ മലയാള ചിത്രം. ദിവാകരൻ, അപ്പുറത്തെ വീട്ടിലെ ഗോപിയുടെ കൊച്ചച്ഛൻ, ഭാവിയിൽ ഉണ്ണിയുടെ ഒരു ബന്ധുവായിട്ട് വരും. ജയിലറാ. അതെയാ? ആ, ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി വന്നതാ. മുഖം കാണിക്കാൻ ഞാനെന്താ രാജാവാ? ഓ, ഫലിതപ്രിയൻ. നമ്മള് തമ്മിൽ കാണേണ്ട കാര്യം പറഞ്ഞത്. ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? ഞാൻ സോപ്പ് വെച്ചോണ്ടിരിക്കുക, അതുകൊണ്ട് കേട്ടത് മാറിപ്പോയതാ. വരുന്ന വഴിക്ക് കണ്ടുന്ന്. ഓ, അങ്ങനെ. കാലം എത്ര കടന്നുപോയാലും കലയിലൂടെ കലാകാരൻ ജീവിക്കുമെന്നതിന് ഉദാഹരണമാണ് അദ്ദേഹം. പ്രേക്ഷകനും അഭിനേതാവും തമ്മിലുള്ള അന്തരമില്ലാതാക്കിയ ചില എണ്ണപ്പെട്ട അഭിനേതാക്കളിൽ ഒരാളായിരുന്നു ഹനീഫിക്ക. കാരണം അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെല്ലാം നമുക്ക് ചുറ്റുമുള്ള പലരായും നമുക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും മറക്കാത്ത ചില കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രതിഭ. എന്നാൽ കരളിനെ കാർന്നു തിന്ന ക്യാൻസർ അദ്ദേഹത്തെ നമ്മളിൽ നിന്നും അടർത്തിയെടുത്തപ്പോൾ നമുക്ക് നഷ്ടമായത് ഒരിക്കലും തിരികെ ലഭിക്കാത്ത, പകരം വെക്കാനില്ലാത്ത കലാകാരനെയാണ്. ആ അഭിനയ പ്രതിഭയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.